കേരളത്തിലെ ആഘോഷിക്കപ്പെടുന്ന ചില ചരിത്ര ഗ്രന്ഥകർത്താക്കന്മാരിൽ ഒരാളാണ് വേലായുധൻ പണിക്കശ്ശേരി. തൃശ്ശൂർ ജില്ലയിലാണ് ജനനം. ഒരു പ്രാദേശിക ഗ്രാമീണ ലൈബ്രറിയിലെ ലൈബ്രറിയൻ ആയിരുന്നു വേലായുധൻ പണിക്കശ്ശേരി. പിന്നീട് ഇദ്ദേഹം ചരിത്ര പുസ്തകങ്ങളുടെ രചനയിലേക്ക് തിരിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും പഠന വിഷയമാണ്. മുൻകാലങ്ങളിലെ ചരിത്ര ഗവേഷകർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് അവയിൽ നിന്നുമുള്ള വിഷയങ്ങൾ കൂട്ടിച്ചേർത്ത് പുസ്തകങ്ങൾ എഴുതുന്നതായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഒരുതരം പകർത്തിയെഴുത്ത്. എന്നാലും ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം തൻ്റെ ചരിത്ര എഴുത്തിൽ കുറച്ച് നിഷ്പക്ഷത പാലിച്ചിരുന്നു. എന്നാൽ 2 പതിറ്റാണ്ടുകളായി ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ വ്യാജ വിവരങ്ങൾ, സ്വജനപക്ഷപാതം, ഇതര സമുദായ അവഹേളനം, കള്ളപ്രചരണം, സ്വന്തം സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ ഇതര സമുദായങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കൽ, സ്വന്തം താൽപ്പര്യപ്രകാരം വളച്ചൊടിക്കൽ എന്നിവയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇദ്ദേഹം ആർക്കോ വേണ്ടി കുഴലൂതുകയാണെന്ന് വ്യക്തമാണ്. ഉദാഹരണത്തിന്, ഈഴവ സമുദായത്തിൽ നിലനിന്നിരുന്ന പാണ്ഡവാചാരം അഥവാ പാണ്ഡവ വിചാരം എന്ന അനാചാരത്തെ വിശ്വകർമ്മ സമൂഹത്തിൻ്റെ ആചാരമായി മാറ്റി പറയുന്നു. അടിമ സമ്പ്രദായത്തെപ്പറ്റി പറയുമ്പോൾ ഈഴവ സമുദായത്തെ ഒഴിവാക്കി പുലയ പറയ സമുദായങ്ങളെപ്പറ്റി മാത്രം പറയുന്നു. പുതിയ വ്യാജ രാജവംശങ്ങളെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നു. ചരിത്ര വസ്തുതകൾക്ക് ഏറ്റവും താഴ്ന്ന ഒരു തെളിവ് എന്നത് നാടോടിപ്പാട്ടുകളാണ്. ഇവയുടെ റെഫറൻസ് പോലുമില്ലാതെയാണ് ഇദ്ദേഹത്തിൻ്റെ ചില ചരിത്ര ലേഖനങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെ ചരിത്ര വീരന്മാരുടെ റെഫറൻസ് ചോദിച്ചപ്പോൾ റെഫറൻസുകൾ ഒന്നുമില്ല, കേട്ടറിവ് മാത്രമാണ് എന്നതാണ് കിട്ടിയ മറുപടി. ഇത്തരം പുസ്തകങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളും ചരിത്രാന്വേഷികളും പഠിക്കുകയാണ്. ഇതാണോ കലികാല വൈഭവം? അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങൾ കേരള ചരിത്രം, കേരളത്തിലെ രാജവംശങ്ങൾ, സഞ്ചാരികൾ കണ്ട കേരളം, കേരളോൽപ്പത്തി, ഇബിൻ ബത്തൂത്ത കണ്ട കേരളം തുടങ്ങിയവയാണ്.